പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിലെ ജീവിതമെന്ന ഈ ഒരു സാഗരത്തിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ, എന്നെ കെയർ ചെയ്യുവാൻ ചിലരെനിക്കുണ്ട് എന്ന്? അതോ നീ ഓർത്തതിങ്ങനെയാണോ, ഈ ലോകത്തിൽ ഞാനായിരിക്കുമ്പോൾ എന്നെ കെയർ ചെയ്യുവാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്? എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ അവൻ്റെ നന്മയെക്കുറിച്ചോ ദൈവത്തിലെ നീ സംശയിച്ചിട്ടുണ്ടോ? ദൈവം വളരെ ഡെസ്പറേറ്റായിട്ട് കുഞ്ഞെ നിന്നെ ഓർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ദൈവം നമ്മുടെ സസ്റ്റെയ്നറാണ്. ആ ദൈവം കാരണമാണ് നാം നിലനിൽക്കുന്നത് തന്നെ. ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ നമ്മെ കെയർ ചെയ്യുക എന്നുള്ളത് തന്നെ. ആ ദൈവം നല്ലവൻ തന്നെയാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 27:28 വാക്യം. ജെനസിസ് ചാപ്റ്റർ 27:28. ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് നൽകുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. നല്ല ഒരു വാക്യമാണ് അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നമ്മുടെ എല്ലാ ആവശ്യവും സപ്ലൈ ചെയ്യും എന്നൊന്ന് കരുതാൻ പറ്റുമോ? ആ ഒരു ഉറപ്പ് ദൈവത്തിലെ നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ ചിലപ്പോൾ അതിരാവിലെ എണ്ണീറ്റ് പോകുമ്പോൾ ഈ പുല്ലിലൊക്കെ മഞ്ഞുതുള്ളികൾ കാണാം അല്ലേ? കേരളത്തിൽ വളരെ കുറവാണ്. പക്ഷേ ആ മുകളിൽ സൂര്യൻ്റെ പ്രകാശം ഇതിലോട്ട് വന്ന് വീഴുമ്പോൾ അതിങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഞാൻ പറയട്ടെ, കർത്താവ് ഇതുപോലെ നമുക്ക് ചിലതൊക്കെ പൊഴിച്ചിട്ട് തരും. കാരണം ഈ പുല്ലിന് ഡെയിലി മഞ്ഞുതുള്ളി ആവശ്യമാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് ദൈവം ആ പുല്ലുകൾക്ക് അത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിനക്ക് അവൻ തരത്തില്ലേ? അങ്ങനെ കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ച് തരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കംഫർട്ടാണ് നമ്മുടെ മനസ്സിൽ കിട്ടുന്നത് അല്ലേ? പ്രൈസ് ഗോഡ്. തിരുവചനം മുഴുവൻ നോക്കുമ്പോൾ ഈ മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ഡ്യൂ, അത് ദൈവത്തിൻ്റെ നമ്മുടെ മേൽ വീഴുന്നു എന്ന് പറയുന്നതൊക്കെ നാം ഇങ്ങനെ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന്. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ പറയുന്നൊരു വാക്യമാണ് ഞാൻ കുറിവാക്യമായിട്ട് വായിച്ചത്. പ്രൈസ് ഗോഡ്. അതുപോലെ തിരുവചനത്തിൽ നാം ഈ മഞ്ഞിനെക്കുറിച്ച് കാണുന്നത് ദൈവത്തിൻ്റെ പ്രൊവിഷനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 11 അധ്യായം അതിൻ്റെ 9 വാക്യം ഇങ്ങനെ പറയുന്നു. നമ്പേഴ്സ് ചാപ്റ്റർ 11:9. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും. പ്രൈസ് ഗോഡ്. ഈ സ്വർഗത്തിൽ നിന്ന് വരുന്ന മഞ്ഞുണ്ടല്ലോ, അത് ഒരു ദൈവികമായിട്ടുള്ള ഷവർ ഓഫ് ബ്ലെസ്സിങ്സാണ്, ഷവർ ഓഫ് പ്രൊവിഷനാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ആവശ്യത്തിന് ചിലതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വറി അടിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ വറി അടിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മളെ കരുതുമെന്ന് അല്ലേ? ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് us എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 19 വാക്യത്തിൽ പറയുന്നതും കർത്താവ് നമ്മെ കരുതുമെന്ന്. ഗോഡ് വിൽ സപ്ലൈ എവറി നീഡ് ഓഫ് യോഴ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ഇൻ ജീസസ് ക്രൈസ്റ്റ്. മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ കർത്താവ് പൂർണ്ണമായിട്ട് തീരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും നമ്മുടെ മെജോറിറ്റി ഓഫ് ടൈം നാം വറിയടിച്ച്
ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ഓൾറെഡി നമ്മൾ ബ്ലെസ് ചെയ്തിരിക്കുന്ന ചില സംഗതികൾ പോലും ഇല്ലം നോർത്ത് ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചില സംഗതികൾ ഇല്ലെന്നുള്ള തോന്നലിൽ ദൈവം ഇതിൽ നീ വിഷമിച്ചിട്ടില്ലേ? God gives us the perfect sustenance for our day. നമ്മൾ നമ്മുടെ ബെഡിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ദൈവം അതെല്ലാം കരുതി വെച്ചിട്ടുണ്ട് അല്ലേ? എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ ഈസ് ഓൾറെഡി ദെയർ അല്ലേ? പുറത്തുണ്ട്. നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതി വെക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ അബണ്ടൻസ് സപ്ലൈ, അവൻ്റെ സ്നേഹം നമ്മോടുള്ളത് നിമിത്തവും അവൻ്റെ കൃപ നമ്മോടുള്ളത് നിമിത്തവും അവൻ ലാവിഷായിട്ട് നമ്മുടെ മേൽ ബ്ലെസ്സിങ്സ് ആയിട്ട് തരുമെന്നുള്ളത് ഓർത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും വറിയിങ് നമ്മുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി വരുവാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. നീ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്ക് അതിരാവിലെ. ഹല്ലേലൂയ. എന്നിട്ട് നോർത്ത് നോക്കിക്കേ, ദൈവം എന്തെല്ലാം നല്ല ഭംഗിയായി സൃഷ്ടിച്ച് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ, നല്ല ഫ്രഷ് എയർ നമുക്ക് ശ്വസിക്കാൻ തന്നിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഓർത്ത് നമുക്ക് സ്തുതിക്കാൻ പറ്റും. He has riches and glory that are poured out daily upon you. നിങ്ങൾക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ലേ? സമ്മതിക്കുവാൻ പറ്റണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ചില പാട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. ദൈവം ചെയ്യുന്ന നന്മകളെക്കുറിച്ചുള്ള ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വളരെ ബന്ധപ്പെട്ട് എൻ്റെ കണ്ണുനീര് ഒതുക്കാറുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതം നോക്കുമ്പോൾ ത്രൂ ഔട്ട് മൈ ലൈഫ് എൻ്റെ ദൈവം ഒത്തിരി ഫെയ്ത്ത്ഫുള്ളായിരുന്നു. ദൈവം എനിക്ക് ഒത്തിരി നല്ലവനായിരുന്നു. എൻ്റെ ഓരോ ശ്വാസത്തിലും എനിക്ക് പറയാൻ പറ്റും ദൈവത്തിൻ്റെ ഗുഡ്നസ്. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മഞ്ഞുതുള്ളി. ദ ഡ്യൂ ഓഫ് ഗോഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹിസ് ഗുഡ്നസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ടുവേഴ്സ് us. ഹല്ലേലൂയ. ദൈവം all the time he is good. ഹല്ലേലൂയ. all the time God is good. കർത്താവിൻ്റെ ആ നന്മ ഓർക്കുവാൻ സമയം മാറ്റി വെക്കുവാൻ കുഞ്ഞെ നിനക്ക് കഴിയുമോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യങ്ങൾ. ലാമെൻറ്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 22 and 23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും, നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. പ്രൈസ് ഗോഡ്. ദൈവം എത്രയോ വിശ്വസ്തനാണ് നമ്മളോട് അല്ലേ? പക്ഷേ നാം അവനെ സംശയിക്കാറുണ്ട്. അവൻ്റെ ശക്തിയെക്കുറിച്ച്, അവൻ്റെ നന്മയെക്കുറിച്ച്, അവൻ്റെ കഴിവിനെക്കുറിച്ച്, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ ആ ഫൊർഗീവ്നെസ്സിനെ കുറിച്ചൊക്കെ സംശയിക്കാറില്ലേ ദൈവവേദലേ? അങ്ങനെ നമ്മൾ അവനെ സംശയിച്ചിട്ട് പോലും അവൻ നമ്മളോട് ഫെയ്ത്ത്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. അനേക മനുഷ്യർ ദൈവത്തിനെതിരായി തിരിഞ്ഞത് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ തന്നെ നോക്കുമ്പോൾ അവർ ദൈവത്തിനെതിരായിട്ട് തിരികെ മാത്രമല്ല, ദൈവം കൊടുത്തിരിക്കുന്ന നന്മകളെ മറന്നിട്ട് ആ ദൈവത്തിനെതിരായിട്ട് പ്രവൃത്തിട്ടില്ലേ? എൻറ്റയർ ഗോസ്പൽ മെസ്സേജ് നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ച വലിയ സ്നേഹത്തെക്കുറിച്ചാണ് കാണുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറി യാഗമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവൻ നമുക്ക് തന്നു. നാം അവനെ തള്ളിപ്പറയുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നാം അവനിൽ നിന്ന് ടേൺ ചെയ്ത് മാറിപ്പോകുന്ന ദൈവത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും നമുക്ക് വേണ്ടതെല്ലാം അവൻ തന്നില്ലേ? ഇപ്പോഴും തന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത്? ഓവർ ആൻഡ് ഓവർ എഗെയിൻ. ന്യൂ mercies ഡെയിലി, ന്യൂ പ്രൊവിഷൻസ് ഡെയിലി, ന്യൂ ബ്ലെസ്സിങ്സ് ഡെയിലി, ന്യൂ സസ്റ്റനൻസ് ഡെയിലി, ന്യൂ ഡ്യൂ എവറി മോർണിംഗ്. ഗോഡ് ഈസ് ഗുഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ നന്മയ്ക്ക് നമ്മൾ നന്ദിയുള്ളവരാണോ? ദൈവത്തിൻ്റെ നന്മയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഒരു നന്മ പ്രവൃത്തിയും കാരണമല്ല ദൈവം നമ്മെ സഹായിക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന കരുണയാണ്, നമ്മോട് കാണിക്കുന്ന കരുണയാണ്. ദൈവത്തിന് ഒരു ചെക്ക് ലിസ്റ്റ് ഒന്നും കയ്യിലില്ല. പ്രൈസ് ഗോഡ്. അവൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കണമെന്ന്.
അതുകൊണ്ട് അവൻ്റെ ആ മഞ്ഞു തുള്ളികളിൽ നിന്ന്, ആ ഡ്യൂവിൽ നിന്ന് അവൻ നമുക്ക് നന്മകളെ പൊഴിച്ചിട്ട് തരും. അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറ. അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് നമ്മോടുള്ളതിന് നന്ദി പറ. അവൻ നമ്മോട് നല്ലവനായിരിക്കുന്നതിൽ നന്ദി പറ. ഓൾ ദ ടൈം ഹീ ഈസ് ഗുഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നീ വിശ്വസ്തൻ. യേശു കർത്താവേ, നീ നല്ലവൻ. നീ തന്ന നന്മകൾക്കായി സ്തോത്രം. തന്നുകൊണ്ടിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. ഇനിയും നീ ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനാൽ സ്തോത്രം. ആ വലിയ ദൈവത്തെ സ്തോത്രത്തോടെ ഹല്ലേലൂയ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.